السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. പ്രിയമുള്ളവരെ, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യനോട് നൽകുന്ന ഉപദേശത്തിന്റെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ആത്മാവിനെ വളരെ കണിശമായ ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ നിലനിർത്തണമെന്നും ഹൃദയത്തെ അരുതായ്മകളിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്നും ശരീരത്തെ മരണത്തിനുള്ളതാണെന്ന് ഓർമ്മപ്പെടുത്തണമെന്നുമായിരുന്നു അവിടെ പറഞ്ഞത്. ഇത് വിശദീകരിച്ചുകൊണ്ട് ഗസാലി ഇമാം തങ്ങൾ പിന്നെയും പറയാണ്, നീ സഹോദര ഒരിക്കലും തന്നെ നിന്നെ കാത്തിരിക്കുന്ന കബറാടുകളുടെ അടുത്തേക്ക് ഭക്ഷണമൊന്നുമില്ലാതെ പോകരുത്, അഥവാ അമലുകളില്ലാതെ പോകരുത്. എന്നിട്ട് പറഞ്ഞു, വഖാല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു, ഹാദിഹിൽ അജ്സാദു ഖഫസു തുയൂരി വ ഇസ്തബലു ദവാബ്. നമ്മുടെ ഈ ശരീരങ്ങൾ അത് ചിലപ്പോൾ പക്ഷിക്കൂടുകളായിരിക്കും, അല്ലെങ്കിൽ മൃഗങ്ങളുടെ ആലകളായിരിക്കും. ഫതഫക്കർ ഫീ നഫ്സിക മിൻ അയ്യിഹിമാ അൻത. നിന്നെക്കുറിച്ച് നീ തന്നെ ആലോചിക്കണം, ചിന്തിക്കണം, ഇത് രണ്ടിൽ നിന്ന് ഏതാണ് താനെന്ന്, ഏതിലാണ് താനെന്ന്. പക്ഷിക്കൂട് അല്ലെങ്കിൽ മൃഗങ്ങളുടെ ആല, ഇത് രണ്ടിൽ നിന്ന് ഓരോന്നിനും ഓരോ സാഹചര്യമാണ്. അത് വിശദീകരിക്കുകയാണ്. ഇൻകുന്തമിന തുയൂരിൻ ഉൽവിയ, ഉയർന്നു പറക്കുന്ന പക്ഷികളുടെ കൂട്ടത്തിലാണ് നീ ഉള്ളതെങ്കിൽ, അഥവാ ഒരു പക്ഷിക്കൂടിന്റെ ശൈലിയും സ്വഭാവം എന്താ, അതിൽ നിന്ന് പക്ഷികൾ അന്തരീക്ഷത്തിലൂടെ വട്ടമിട്ട് സന്തോഷത്തോടെ പറക്കുന്നൊരു സാഹചര്യം എന്നതുപോലെ നീ നിന്റെ ശരീരത്തെ നീ ഒരു പക്ഷിക്കൂടിന് സമാനമായ അവസ്ഥയിലാണ് നീ മാറ്റിയിട്ടുള്ളതെങ്കിൽ, അതായത് ഉയർന്നു പറക്കാൻ ആവശ്യമായിട്ടുള്ളൊരു സംവിധാനം. അങ്ങനെ വരുമ്പോൾ ഫഹൈന തസ്മഉ തനീന ത്വബലി ഇർജിഇ ഇലാ റബ്ബിക റാളിയതൻ മർളിയ, ഇർജിഇ ഇലാ റബ്ബിക റാളിയതൻ മർളിയ എന്ന് മരണസമയത്ത് നിന്റെ നാഥനിലേക്ക്, സംതൃപ്തിയുള്ള അല്ലാഹുലേക്ക് നീ മടങ്ങിക്കോളുവെന്ന് ഉള്ള ശക്തമായിട്ടുള്ള ആ ചെണ്ടകൊട്ട് അല്ലെങ്കിൽ ആ പെരുമ്പറ ശബ്ദം അത് നീ കേൾക്കുന്ന സമയം, തതീറു സായിദൻ ഇലാ അൻ തഖഉദ ഫീ ആലി ബുറൂജിൽ ജിനാൻ, സ്വർഗത്തിന്റെ ഉന്നതമായ ഗോപുരങ്ങളുടെ മുകൾ തട്ടിൽ പോയി ഇരിക്കാൻ സാധിക്കും വിധത്തിൽ ഉയർന്നു പറക്കാൻ നിനക്ക് സാധിക്കും. നിങ്ങൾ നോക്കൂ, ആലങ്കാരികമായിട്ട് ഇവിടെ ബഹുമാനപ്പെട്ട ഇമാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്ന ഈ വാചകത്തിന്റെ ആശയം നമ്മൾ ശരിക്കും ചിന്തിക്കണം. നീ പക്ഷിക്കൂട്ടിൽ താമസിക്കുന്ന അവസ്ഥയിലാണ് നിന്റെ ശരീരത്തെ നീ നേരത്തെ ക്രമീകരിച്ചിരുന്നതെങ്കിൽ, ആ പക്ഷി നിനക്ക് പറന്നു പോകാനുള്ള ഒരവസരം അത് ലഭിക്കുകയാണ് ഇപ്പോൾ. മരണസമയത്ത് നിന്നോട് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാളിയതൻ മർളിയ, ഓ തുമനീനത്ത് എന്ന പാസ് ലഭിച്ചിട്ടുള്ള ആത്മാവേ, നീ ഇങ്ങ് പുറത്തിറങ്ങി വന്നോളൂ നിന്റെ നാഥനിലേക്ക്. ആ നാഥന് നിന്നെ സംബന്ധിച്ച് നല്ല പൊരുത്തമാണ്. ആ നാഥൻ ഒരുക്കി വെച്ച എല്ലാ സംവിധാനങ്ങളും നിനക്കും സംതൃപ്തി നൽകുന്നതാണ് എന്നുള്ള സന്ദേശം കേൾക്കുന്ന സമയം, ആ ഒരു ശക്തമായിട്ടുള്ള ആ ആശയം നിന്റെ മനസ്സിലേക്ക് എത്തുന്ന സമയത്ത് നിനക്ക് ഉയർന്നു പറക്കാൻ സാധിക്കും. അങ്ങനെ നീ സ്വർഗത്തിന്റെ ഉന്നതമായ ഗോപുരങ്ങളിൽ ഇരിക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തിലേക്ക് നീ എത്തും. കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ, യഹ്തസ്സ അർശുർ റഹ്മാനി ലിമൗതി സഅദ് ബിൻ മുആദ്, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തിനു വേണ്ടി റഹ്മാനായ റബ്ബിന്റെ അർശ് എന്ന വലിയ സൃഷ്ടി അത് വിറച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് വിശദീകരിച്ചപ്പോൾ പല മഹാന്മാരും പറഞ്ഞു, എന്താണ് അർശ് വിറച്ചു എന്ന് പറഞ്ഞത്? ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ആ ഹദീസിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, വൽ മുറാദു ബിഹ്തിസാസിഹി, ആ അർശ് വിറക്കുക എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഇസ്തിബ്ശാറുഹു വ ഫറഹുഹു ബിമഖദമിഹി, ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ആത്മാവ് അങ്ങോട്ട് വരുന്നതിന്റെ സന്തോഷവും അതേപോലെ തന്നെ ആത്മാവിനെ സ്വീകരിക്കാനുള്ള വെമ്പലുമാണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഈ പക്ഷിക്കൂട്ടിൽ ആയിരുന്നു നിന്റെ ശരീരത്തെ നീ നേരത്തെ സംവിധാനിച്ചിരുന്നതെങ്കിൽ, മരണമാകുന്ന ആ യാഥാർത്ഥ്യത്തിന് നീ പിടികൊടുക്കുന്നതോടുകൂടെ ഉയർന്ന് സഞ്ചരിക്കാനും അള്ളാഹുവിന്റെ ഉന്നതമായ സ്ഥാനമാനങ്ങളിലേക്ക് നിനക്കെത്താനും സാധിക്കുന്ന സാഹചര്യമുണ്ടാകും. അതേസമയത്ത് സഹോദരാ, നീ ഒന്ന് ആലോചിച്ചു നോക്കൂ, നിന്റെ അവസ്ഥ മറ്റൊരു സംഗതിയാണെങ്കിൽ, മഹാൻ പറയാണ്, വലിയാസുബില്ല, അള്ളാഹുവിൽ അഭയം തേടുന്നു, ഇൻ കുന്തമിന ദവാബി, നീ മൃഗങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണെങ്കിൽ, അഥവാ നിന്റെ ശരീരത്തെ മൃഗത്തിന്റെ ആല പോലെ
ആക്കിയ അവസ്ഥയായിരുന്നു നിനക്കുള്ളതെങ്കിൽ കമാ ഖാല അല്ലാഹു തആല അല്ലാഹു പറഞ്ഞതുപോലെ ഉലൈക കൽഅൻആമി ബൽ ഹും അളൽ അവർ മൃഗതുല്യരാണ് അല്ല മൃഗങ്ങളെക്കാളും വഴിതെറ്റിപ്പോയവരാണ് എന്ന് പറഞ്ഞതുപോലെ ആ ഒരവസ്ഥയാണ് നിനക്കുണ്ടാകുന്നതെങ്കിൽ ഫലാ തഅമൻ ഇന്തിഖാലക മിൻ സാവിയത്തിദ്ദാരി ഇലാ ഹാവിയത്തിന്നാർ ഓ സഹോദര നീ ഈ ഭൗതിക ലോകമാകുന്ന ഈ വീട്ടിന്റെ മൂലയിൽ നിന്ന് നരകമാകുന്ന ആ കുഴിയിലേക്കുള്ള മാറ്റമാണ് നിനക്ക് വരുന്നത് എന്നതിനെ സംബന്ധിച്ച് നീ നിർഭയനാവരുത്. അഥവാ നീ ഗൌരവത്തോടുകൂടെ ചിന്തിക്കണം. വിശാലമായി ഭൂമുഖത്ത് നിന്ന് നരകത്തിന്റെ ആ വൃത്തികെട്ട കുടിസിലേക്കാണ് നിനക്ക് പോകാനുള്ളതെന്ന് നീ ആലോചിക്കണം. അതുകൊണ്ട് ആ മൃഗത്തിന്റെ ആല എന്ന അവസ്ഥയിൽ നിന്ന് പക്ഷിയുടെ കൂടുന്ന ഒരവസ്ഥയിലേക്ക് നീ ആത്മീയമായ ഉയർച്ചയ്ക്ക് വേണ്ട മുൻകരുതൽ എടുത്തുകൊണ്ടിരിക്കണമെന്ന് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി അതാ ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. എന്നിട്ട് മഹാൻ പറയുന്നു റുവിയ അന്നൽ ഹസൻ അൽ ബസരി റഹിമഹുല്ലാഹ് ഹസൻ ബസരി റളിയല്ലാഹു അൻഹു ഉഴ്ത്തിയ ശർബത്തമാ ഇംബാരിദ് തണുത്ത കുറച്ച് വെള്ളം അദ്ദേഹത്തിന് നൽകപ്പെട്ടു ഒരിക്കൽ. അങ്ങനെ ഫലമ്മാ ഖദൽ ഖദഹ ആ വെള്ളത്തിന്റെ പാത്രം അദ്ദേഹം കയ്യിൽ പിടിച്ചപ്പോൾ ഊശിയ അലൈഹി അദ്ദേഹത്തിന് ബോധക്ഷയം വരികയും വസഖത മിൻ യദിഹി തന്റെ കയ്യിൽ നിന്ന് പാത്രം നിലത്ത് വീഴുകയും ചെയ്തു. ഫലമ്മാ ഫാഖ ബോധം തെളിഞ്ഞപ്പോൾ ഖീല ലഹു ബഹുമാനപ്പെട്ട ഹസൻ ബസരി തങ്ങളോട് ചോദിക്കപ്പെട്ടു മാലക യാ അബാ സഈദ് ഓ അബു സഈദ് അങ്ങക്ക് എന്തുപറ്റി എന്താണ് സംഭവിച്ചത്? ഖാല മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഓ പ്രിയപ്പെട്ടവരെ ദക്കർത്തു ഉംനിയത അഹ്ലിന്നാർ നരകക്കാരുടെ ഒരു വല്ലാത്ത ആഗ്രഹം അത് ഞാൻ ഓർത്തുപോയൊരു നിമിഷം. ഹീന യഖൂലൂന ലി അഹ്ലിൽ ജന്ന സ്വർഗാവകാശികളോട് അവർ പറയുന്ന സമയത്തുള്ള അവരുടെ ആഗ്രഹം എന്താണ് അവർ പറയുന്നത്? അൻ നഫീലു അലൈനാ മിനൽ മാഇ ഔ മിമ്മാ റസഖകുമുല്ലാഹ് എന്ന് പറയുന്ന സമയം അല്ലാഹു തആല സൂറത്തുൽ അറാഫിൽ വ്യക്തമായി അത് വിശദീകരിച്ചിട്ടുണ്ട്. വനാദാ അസ്ഹാബുൻ നാരി അസ്ഹാബൽ ജന്ന അൻ നഫീലു അലൈനാ മിനൽ മാഇ ഔ മിമ്മാ റസഖകുമുല്ലാഹ് ഖാലൂ ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ. നരകാവകാശികൾ സ്വർഗാവകാശികളെ വിളിച്ചുകൊണ്ട് പറയും അൻ നഫീലു അലൈനാ മിനൽ മാ നിങ്ങളുടെ അടുത്തുള്ള വെള്ളത്തിൽ നിന്നൊരൽപ്പം വെള്ളമെങ്കിലും ഞങ്ങൾക്കൊന്ന് ഒഴിച്ചു തരൂ. ഔ മിമ്മാ റസഖകുമുല്ലാഹ് അല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഒരുപാട് സൗകര്യങ്ങളുണ്ടല്ലോ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടല്ലോ അതിൽ നിന്ന് എന്തെങ്കിലും ഞങ്ങൾക്കൊന്ന് തന്ന് സഹായിക്കൂ. നരകത്തിന്റെ ഗുരുതരമായിട്ടുള്ള ശിക്ഷകൾ ഏറ്റുവാങ്ങി വല്ലാത്ത പരീക്ഷണത്തിലാണ് ഞങ്ങളുള്ളത് എന്ന് നരകാവകാശികൾ കെഞ്ചുന്ന സമയം ഖാലൂ അവർ പറയുന്നതാണ് അവ സ്വർഗക്കാര് പറയുന്നതാണ് ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ ഭക്ഷണമാവട്ടെ അല്ലെങ്കിൽ വെള്ളമാവട്ടെ ഈ സ്വർഗത്തിലുള്ളതെല്ലാം നിഷേധികൾക്ക് അല്ലാഹു തആല ഹറാമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് വെള്ളം തരാൻ സാധിക്കില്ല ഭക്ഷണം തരാൻ സാധിക്കില്ല എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവർ പറയുമെന്ന് ബഹുമാനപ്പെട്ട ഹസൻ ബസരി റളിയല്ലാഹു അൻഹു ആ ആയത്ത് ചിന്തിച്ചപ്പോൾ ഭൂമിയിൽ വെച്ച് നല്ല തണുത്ത വെള്ളം കുടിക്കുന്ന സമയത്ത് അതിന്റെ ഒരു സുഖം അതെത്രമാത്രം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ ഈ വെള്ളം കുടിക്കുന്ന എനിക്ക് പരലോകത്തെത്തുന്ന സമയത്ത് നരകത്തിന്റെ ആ ഭീതിതമായ സാഹചര്യത്തിൽ സ്വർഗാവകാശികളോട് ഒരിറ്റ് വെള്ളത്തിനു വേണ്ടി കെഞ്ചേണ്ട സാഹചര്യം വരുമോ എന്ന് ചിന്തിച്ചപ്പോൾ തനിക്ക് ബോധക്ഷയം വന്നുവെങ്കിൽ ഇതാണ് മഹാന്മാരുടെ അവസ്ഥയെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യന് കൊടുക്കുന്ന ഉപദേശത്തിന്റെ അന്തസത്ത എന്താണ്? നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ഓരോ രംഗങ്ങളും പരലോകത്തേക്ക് സന്തോഷകരമായ ഒരവസ്ഥയിലാക്കി തീർക്കാനുള്ള കൃത്യമായിട്ടുള്ള നിലപാട് ശരീരം മനസ്സ് ആത്മാവ് ഈ മൂന്ന് സംഗതികളുമായി ബന്ധപ്പെടുത്തിയിട്ട് ഉണ്ടാക്കിയെടുക്കണമെന്നാണ്. ഇവിടെയുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ അതിന് സഹായകമാക്കി തീർക്കാൻ സാധിക്കണം. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു എന്ന ഔസ് ഗോത്രത്തിലെ മദീനക്കാരായ അൻസാരികളുടെ കൂട്ടത്തിലെ ഔസ് ഗോത്രത്തിന്റെ ലീഡർഷിപ്പ് ഉണ്ടായിരുന്ന ആ മഹാമനീഷി ഇസ്ഹബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രബോധനം കേട്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നുവന്ന് മഹാനവർകൾ മുസ്ലിമായ അന്ന് തന്നെ തന്റെ കുടുംബത്തിലുള്ള തന്റെ ആ ഔസ് ഗോത്രത്തിലുള്ള ആളുകളെ വിളിച്ചുകൂട്ടിയിട്ട് അവിടുന്ന് പറഞ്ഞല്ലോ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് നിങ്ങൾ ഞങ്ങളുടെ നേതാവാണ് എന്റെ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ അവർന്ന് പറഞ്ഞു കലാമു റിജാലിക്കും നിസായിക്കും അലയ്യ ഹറാമുൻ ഹത്താ തുസ്ലിമു നിങ്ങൾ മുസ്ലിമാകുന്നത് വരെ ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും എന്നോട് സംസാരിക്കാൻ പാടില്ല. അപ്പോൾ ഫാസ്ലമു അവരെല്ലാവരും മുസ്ലിമായി എന്ന് പറഞ്ഞാൽ മദീനയിൽ ഒരൊറ്റ രാത്രി കൊണ്ട് വിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായിട്ടുള്ള പടർന്നു പന്തലിക്കാനുള്ള അവസരത്തിന് കാരണമായത് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരൊറ്റ പ്രസ്താവനയാണെങ്കിൽ
ആ സഅദ് റളിയല്ലാഹു അൻഹു ബദറിലും ഉഹദിലും ഖന്തക്കിലുമൊക്കെ സംബന്ധിച്ച് ഖന്തക്കിൽ സംഭവിച്ചിട്ടുള്ള ഒരു വേദന കൊണ്ട് അത് തന്റെ മരണത്തിലേക്ക് തന്നെ എത്തിക്കുന്ന ഒരവസ്ഥയുണ്ടായെങ്കിൽ ഇസ്ലാം മതത്തിനു വേണ്ടിയുള്ള പ്രവർത്തനത്തിന്റെ രംഗത്ത് ബഹുമാനപ്പെട്ടവരുടെ വിധികൾ പലതും വലിയ സൌകര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടാക്കിയെങ്കിൽ നമുക്കറിയാമല്ലോ, ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഖന്തക്ക് യുദ്ധത്തിന്റെ രംഗത്ത് മുസ്ലിമീങ്ങൾക്കെതിരിൽ ശത്രുക്കളെ സഹായിക്കുന്ന ബനൂ ഖുറൈദക്കെതിരെ ഒരു തീരുമാനമെടുക്കേണ്ട ഒരു ഘട്ടം വന്നപ്പോൾ മഹാനരായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഒരു തീരുമാനമെടുത്തപ്പോ മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേക്കുറിച്ച് പറഞ്ഞത് ഹക്കംത ബിഹുക്മില്ലാ, അല്ലാഹു തആല പൊരുത്തപ്പെട്ട ഒരു വിധിയാണ് നിങ്ങൾ വിധിച്ചിട്ടുള്ളത് എന്ന് പറയാൻ സാധിക്കുന്ന, അങ്ങനെ നന്മയുടേതായിട്ടുള്ള എല്ലാ മേഖലയിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സഅദ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ ആ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ആത്മാവിനെ സ്വീകരിക്കാനുള്ള ത്രില്ലിൽ അല്ലാഹുവിന്റെ അർശ് എന്ന സൃഷ്ടി വെറുക്കുന്ന, അതിൽ സന്തോഷം രേഖപ്പെടുത്തുന്ന, പുളകം കൊള്ളുന്ന ഒരു സാഹചര്യമുണ്ടായി എന്ന് രേഖപ്പെടുത്തപ്പെടുമ്പോൾ നമ്മുടെ മനസ്സ്, ശരീരം, ആത്മാവ് ഇത് മൂന്നും അല്ലാഹുവിന്റെ പൊരുത്തത്തിലേക്ക് എത്താൻ പറ്റും വിധത്തിലുള്ള ക്രമീകരണത്തിനു വേണ്ടി നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടതുണ്ടെന്നാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞതിന്റെ ചുരുക്കം. അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.